കുമ്പള മൊഗ്രാലിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊടിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. സ്ത്രീയടക്കമുള്ള 4 അംഗ സംഘമാണ് വെള്ളിയാഴ്ച പുലർച്ചെ റെയിൽവേ അടിപ്പാതയിൽ വെച്ച് പൈശാചികമായ കൃത്യം ചെയ്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കർണാടക ഹുബ്ലി സ്വദേശിയും വർഷങ്ങളായി മൊഗ്രാൽ കൊപ്പളത്തെ വാടക ക്വാർട്ടേഴ്സിലെ താമസക്കാരനുമായ അബ്ദുൽ ഗഫൂർ എന്ന 45-കാരനാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 മണിയോടെ മൊഗ്രാൽ റെയിൽവേ അടിപ്പാതയിൽ വെച്ചാണ് സംഭവം. തേപ്പ് മേസ്ത്രിയായ അബ്ദുൽ ഗഫൂർ പതിവ് പോലെ ക്വാർട്ടേഴ്സിൽ നിന്നിറങ്ങി ദേശീയപാതയിലേക്ക് നടന്നു പോവുകയായിരുന്നു. റെയിൽവേ അടിപ്പാതയിലെത്തിയപ്പോൾ സമീപത്തെ കാട്ടിൽ പതിയിരുന്നിരുന്ന 4 അംഗ സംഘം ചാടി വീണ് തടഞ്ഞു നിർത്തുകയും ഇതിനിടയിൽ ഒരാൾ അബ്ദുൽ ഗഫൂറിന്റെ ദേഹത്ത് മണ്ണെണ്ണയൊഴിക്കുകയും മറ്റൊരാൾ തീ കൊളുത്തുകയുമായിരുന്നുവത്രേ. തീ ആളിപ്പടർന്നതോടെ അബ്ദുൽ ഗഫൂറിനെ ഉപേക്ഷിച്ച് അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. യുവാവിന്റെ നിലവിളി കേട്ടെത്തിയ പരിസരവാസികളാണ് തീ അണച്ച ശേഷം ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ അബ്ദുൽ ഗഫൂർ അപകടനില തരണം ചെയ്തതായാണ് അറിയുന്നത്. ശരവണൻ, ലിംഗം, മേരി, കണ്ടാലറിയാവുന്ന മറ്റൊരാൾ എന്നിവരാണ് അക്രമം നടത്തിയതെന്നാണ് അബ്ദുൽ ഗഫൂർ പറയുന്നത്. സീതാംകുളിയിലെ ഒരു കെട്ടിടത്തിന്റെ തേപ്പ് ജോലി ചെയ്ത വകയിൽ അക്രമി സംഘത്തിന് 3000 രൂപ കൊടുക്കാനുണ്ടെന്നും അബ്ദുൽ ഗഫൂർ പറയുന്നു. പണിയേൽപ്പിച്ച എഞ്ചിനീയർ 18,000 രൂപ നൽകാനുണ്ട്. ഇത് കിട്ടിയാൽ കൊടുക്കാമെന്ന് തൊഴിലാളികളെ അറിയിച്ചിരുന്നതായും ഇതിനിടെ വ്യാഴാഴ്ച പോലീസുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായും അബ്ദുൽ ഗഫൂർ വെളിപ്പെടുത്തുന്നുണ്ട്. നാടിനെ ആകെ നടുക്കിയ പൈശാചികമായ കൃത്യം ചെയ്ത അക്രമി സംഘത്തെ പിടികൂടാനായി കുമ്പള പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തളങ്കരയിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണ് അക്രമികളെന്നും അറിയുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.